കേട്ടോ, ഞങ്ങൾ ഈ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് പ്ലാവുകളും ഉണ്ട്. പ്ലാവയിലൊക്കെ നിറയെ ചക്കകളും ഉണ്ട്. ഇവിടെ ഒരുപാട് പേരും നാട്ടിൽ നിന്ന് വരുമ്പോൾ ചക്കയൊക്കെ ഉണങ്ങി കൊണ്ടുവരാറുണ്ട്. പക്ഷെ ഉണങ്ങിയ ചക്ക വേവിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒന്നും അതിന്റെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെടാറില്ല. എന്നും ഫ്രഷ് ആയിട്ട് ചക്ക വേവിച്ച് തിന്നാനുള്ള സൂത്രപ്പണി ഞങ്ങൾ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്കൊക്കെ മിക്കവാറും അറിയാമായിരിക്കും അല്ലേ? ചക്കയുള്ള സമയത്ത് ഇതുപോലെ വെട്ടിയുരിഞ്ഞ് ക്ലീൻ ആക്കി എയർടൈറ്റ് ആയിട്ടുള്ള സിബ്ലോ കൂടിൽ ഫ്രീസ് ചെയ്ത് വെച്ചാൽ മതി. ഇതെടുത്ത് വേവിച്ചാൽ ഫ്രഷ് ചക്കയല്ലെന്ന് ആരും പറയില്ല. 3-4 മണിക്കൂറായിട്ട് ഞാൻ 2 പാക്കറ്റ് ചക്ക ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഐസൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ടുണ്ട്. 1.5 തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ചക്കയ്ക്ക് നന്നായിട്ട് തേങ്ങ വേണമല്ലോ. മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ജീരകം, 1 തരം വെളുത്തുള്ളി, നല്ല എരിയുള്ള കാന്താരി എടുത്തിട്ടുണ്ട്, ചെറിയുള്ളി, പാകത്തിന് ഉപ്പ്, കറിവേപ്പില. ചെറിയുള്ളിയും കാന്താരിയും വെളുത്തുള്ളിയും ജീരകമൊക്കെ ഒന്ന് ആദ്യം അരച്ചെടുത്തിട്ട് തേങ്ങ ഇട്ടൊന്ന് ഒതുക്കിയെടുക്കാം. തേങ്ങ ഒതുക്കുന്ന കൂട്ടി ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാറുണ്ട്. കുക്കറിലാണ് വേവിക്കുന്നത്. ചക്ക ഒരു 2-3 കിലോ കാണും കേട്ടോ. അതിലേക്ക് അരപ്പിടാം. പാകത്തിന് ഉപ്പ് ചേർക്കാം. കുറച്ച് കറിവേപ്പില അരച്ച് ചേർത്തിട്ടുണ്ട്. ഈ മെഷറിംഗ് കപ്പിന് 3 കപ്പ് വെള്ളം ഒഴിച്ച് 1 വിസിലാകുമ്പോൾ വാങ്ങാം. കുറച്ച് കറിവേപ്പില കൂടി ഇടാം. 2 ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒഴിക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ. ഇന്ന് വെട്ടി വേവിച്ച് ചക്കയാന്നേ തോന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയണേ.